നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 3 വർഷം 3 ആണ്ട് പിന്നിട്ടു. ഇപ്പോൾ 2-3 ദിവസം മുമ്പ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ജനമനസ്സിൽ അധിപനായി ജീവിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അവിടെ ഓടിയെത്തുന്നുവെങ്കിൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: ജനങ്ങൾക്ക് വേണ്ടി സേവിച്ച മനുഷ്യൻ, ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു നമ്മുടെ ജനാധിപത്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി. ഇപ്പോൾ ആ ഓർമ്മകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിയിലെ ഓരോ ജനങ്ങൾക്കും മുഖ്യമന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുഞ്ഞുഞ്ഞെന്നാണ് വിളിപ്പേര്. അങ്ങനെ ഒരു മനുഷ്യൻ ഇപ്പോഴും അവിടെ ജീവിച്ചിരുന്നു എന്ന് വ്യക്തമായാണ് കല്ലറയുടെ അടയാളം. ഇപ്പോഴും അവിടെ ജനങ്ങൾ ഓടിയെത്തുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുന്നോട്ട് പോയ വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ മകൻ ചാണ്ടി ഉമ്മൻ MLA ആയിരിക്കുന്നു. ഇപ്പോഴും അപ്പൻ്റെ അതേ പാത തന്നെയാണ് ആ മനുഷ്യനും പിന്തുടരുന്നത്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ഞാനൊരു MLA ആണ് എന്ന രീതിയിലല്ല, അപ്പൻ്റെ അതേ രീതി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോടും ഒരു പരാതിയില്ല, പരിവുമില്ല. മന്ത്രിസ്ഥാനം തരുമെന്ന് വാക്ക് പറഞ്ഞിട്ട് പോലും അതിലൊരു വേണമെന്നോ വേണ്ടെന്നോ ഒരു പരാതിയും പരിവോ ഇല്ലാതെ അപ്പനെ പോലെ തന്നെ മകൻ മുന്നോട്ട് പോകുന്നു. വളർന്ന് മുന്നോട്ട് പോകും തോറും നമ്മുടെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയെക്കാളും ഉയരത്തിൽ മകനെത്തും, ഉറപ്പാണ്. കാരണം ഏകദേശം ഈ പ്രാവശ്യത്തെ ഇലക്ഷന് നമുക്കെല്ലാം അറിയാവുന്ന പോലെ പ്ലസ് ബോർഡുകൾ അടിച്ച് കിട്ടേണ്ട പൈസ അത് ഒഴിവാക്കിക്കൊണ്ട് സൈക്കിളിൽ പ്രചാരണം നടത്തി. അതിൻ്റെ മുന്നോടിയായിട്ട് വൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അവിടെ വിജയിക്കുകയും ചെയ്തത്. പുതുപ്പള്ളിയിലെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടത്. അപ്പം ഉമ്മൻചാണ്ടിയോടുള്ള അതേ ആദരവ് തന്നെയാണ് മകനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണക്കാരൻ ഇറങ്ങിച്ചെന്ന് ഏതൊരു വണ്ടിയെ ഇരുന്നാലും അവിടെ അങ്ങോട്ട് ജനങ്ങൾ ചെന്ന് കേൾക്കുന്നതിന് മുമ്പ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ പരാതിയും കേൾക്കുന്ന മനുഷ്യനായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി. ആ ഒരു ജനത്തിൻ്റെ പിന്തുണയാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ജനസാഗരമായി ഒഴുകിയെത്തിയത്. 3 ദിവസം കൊണ്ടാണ് കല്ലറ വരെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിയത്. അത് ജനങ്ങൾ കൊടുത്ത പിന്തുണയാണ്. വഴിനീളം നമ്മൾ കണ്ടതാണ്. അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കരഞ്ഞ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ജനങ്ങൾ ഓടി വണ്ടിയിലേക്ക് ബോഡിയുടെ അരികിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ മകനായ ചാണ്ടി ഉമ്മൻ ഏതെങ്കിലും ഒരു പദവി ഇപ്രാവശ്യം കൊടുക്കുമായിരുന്നെങ്കിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനിയാണെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്യാൻ പുള്ളിക്കാരന് കഴിഞ്ഞേനെ. ഇനിയാണെങ്കിലും സാധിക്കുകയില്ലെന്നല്ല, ഒരു പദവി ഇല്ലെങ്കിലും ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലാണ്. അത് ആടാനാണെങ്കിലും പാടാനാണെങ്കിലും കരച്ചിലാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും പുതുപ്പള്ളിയിൽ തന്നെ ഉള്ള MLA ആണ് പുതുപ്പള്ളിയുടെ സ്വന്തം ചാണ്ടി ഉമ്മൻ. അപ്പോൾ യുവത്വത്തിൻ്റെ തലമുറ കൂടിയാണ്. എന്ന് വെച്ചാൽ യുവത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സാധിക്കും, എൻ്റെ അപ്പനേക്കാളും മുന്നിലെങ്കിലും എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കണം എന്ന രീതിയിൽ തന്നെയാണ്. കാരണം എല്ലാ അപവാദങ്ങളും കേട്ടെങ്കിൽ പോലും നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ കിട്ടുന്ന ശമ്പളം പോലും ബാക്കിയുള്ളവർക്ക് കൊടുത്ത കാര്യമേ എനിക്കറിയുള്ളൂ. എൻ്റെ ഒരു സ്വന്തം അനുഭവം അതിൻ്റെ അകത്തുണ്ട്. എൻ്റെ വല്യമ്മ ക്യാൻസർ ബാധിച്ചാണ് മരിക്കുന്നത്. അന്ന് എൻ്റെ അമ്മയാണ് 10 വർഷം മുമ്പ് എൻ്റെ വല്യമ്മ മരിക്കുന്ന സമയം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അന്ന് പുതുപ്പള്ളി വീട്ടിൽ എൻ്റെ അമ്മ പോയി കണ്ടു കഴിഞ്ഞപ്പം നിവേദനം കൊടുത്തു കഴിഞ്ഞ് അമ്മ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് വന്ന റിപ്ലൈ, നിങ്ങൾക്ക് ഇതുവരെ ചികിത്സിച്ച രേഖകളുമൊക്കെ ആയിട്ട് ഇത് കളക്ടറേറ്റിൽ പോയി കാണാൻ എന്ന് അങ്ങനെ തിരിച്ചു വന്നു. കാരണം അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് തിരക്കുണ്ടായാലും 6 ആണെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കൊടുക്കുന്ന നിവേദനം അവിടെ അത് കൃത്യമായ രീതിയിൽ നോക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് ഉള്ളതാണ്. കാരണം പുള്ളിക്കാരനെ പറ്റി ഒരുപാട് അപവാദങ്ങൾ നിറഞ്ഞ സമയത്ത് പോലും സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന ആളാണ്. കാരണം ഇറങ്ങിച്ചെന്ന മനസ്സാണ്. കാരണം പുള്ളിക്കാരനെ പെണ്ണ് കേസിൽ പോലും പെടുത്താൻ ശ്രമിച്ച ആൾക്കാർ പോലും ഇന്ന് പുള്ളിക്കാരനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അഴിമതിയും കാണിക്കാതെ നിന്ന മനുഷ്യൻ പോലും സോളാർ കേസിൽ പെടുത്തി കളഞ്ഞു. അതാണ് കാരണം. ഇടതുപക്ഷമാണോ അതോ അന്ന് കൈക്കൂലി മേടിച്ച സരിത എന്ന് പറഞ്ഞ ആൾ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ വേറെ ഇടതുപക്ഷത്തിൽ നിന്നും പൈസ കൈപ്പറ്റിയിട്ടാണോ ഉമ്മൻചാണ്ടിയെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച ഒരു നാടകീയ കഥയാണോ എന്നൊന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. പക്ഷേ ഈയിടെ അറിഞ്ഞിടത്തോളം സരിതയുടെ കണ്ണിന് കാഴ്ച കുറവാണെന്നൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അത് കണ്ട്
അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരിക്കലും ചിരിക്കുകയല്ല. കാരണം അതിൽ സഹതപിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി. കാരണം ആരുടെയും സങ്കടമാണേലും മരണ വീട്ടിലാണേലും ഓടിയെത്തുകയും അവരുടെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ട് എത്തുകയും ചെയ്യുന്ന ആളാണ്. പലപ്പോഴും പല കാര്യങ്ങളിൽ സമയത്ത് ആഹാരം പോലും കഴിക്കാത്ത ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. കാരണം ആൾക്കാരുടെ പരാതി കേട്ട് വീട്ടിലാണെങ്കിലും അതേസമയം വാഹനത്തിൽ ഇരുന്ന് പോലും പരാതി കേൾക്കുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു നമ്മുടെ. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ മനുഷ്യൻ കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പം മൂന്നാണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പം ഒരുപാട് സങ്കടം ഒരുപാട് ദുഃഖമുണ്ട്. കാരണം ഇപ്പോഴും പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസ് മന്ത്രി പദത്തിൽ ഇരുന്നപ്പോൾ തന്നെ മന്ത്രി പദത്തിൽ ഇരുന്നപ്പോൾ തന്നെ അറിയാം, പാർട്ടിയിലുള്ളവർ പോലും കടന്നാക്രമിച്ചിട്ട് പോലും എനിക്കൊരു ഇതൊന്നും മൈൻഡല്ല, എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാണ് പാർട്ടിയിലുള്ളവർ പോലും തള്ളി പറഞ്ഞിട്ടും അന്നും പിടിച്ചു നിന്ന മനുഷ്യനാണ് നമ്മുടെ ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രി. അത് നമുക്ക് ധീരതയോടെ ഓർക്കാം. കാരണം പാർട്ടിയിലുള്ളവർ പോലും കുത്തിയിട്ടും തളരാത്ത മനസ്സോടെ മുന്നേറിയതാണ് ജനങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ. അത് കഴിഞ്ഞ് ഒരുപാട് അവഖ്യാതികൾ വന്നെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് നിന്ന മനുഷ്യൻ കൂടിയാണ്. അപ്പം ആ മനുഷ്യന് കേരളത്തിലെ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നെങ്കിൽ ആദ്യം കേൾക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് തന്നെയായിരിക്കും. ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി ചുമ്മാ ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കെ കരുണാകരൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടായത് ഉമ്മൻചാണ്ടിയാണെന്നാണ്. ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നതാണ്. കാരണം കെ കരുണാകരൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ തന്നെയായിരുന്നു എന്നാണ് ഞാൻ പഴമക്കാരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അവരുടെ കാലഘട്ടങ്ങളിൽ. കാരണം ഉറച്ച മനസ്സോടെയും ഒറ്റ തീരുമാനത്തോടെയും അത് നമുക്ക് ചെയ്യാം, അല്ലെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന മന്ത്രിമാർ ഇവർ രണ്ടുപേരാണ്. അല്ലാതെ അധികാരമോഹികൾ കയറി ഇരുന്ന് കഴിയുമ്പം അധികാരത്തിൽ കൈയിട്ട് വാരി പിന്നെ അത് കേസായി കഴിയുമ്പം അപ്പുറവും ഇപ്പുറവും തള്ളി, അയ്യോ അത് അങ്ങനെയായിരുന്നു, അവിടെ ഇങ്ങനെയായിരുന്നു, അല്ലെ അവരാണ് കട്ടത് ഇവരാണ് കട്ടതെന്ന് പറഞ്ഞ് കേസിനെ മറിച്ച് വിടുന്ന കുറേ സത്യത്തെ പോലും വളച്ചൊടിച്ച് കള്ളമാക്കുന്ന കുറേ ആൾക്കാരെ ഇപ്പം കയറിയിട്ടുള്ളൂ. ഇപ്പോഴും അല്ലെങ്കിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒക്കെ ഇരിക്കുന്നവർ അങ്ങനെയുള്ളവരായിരിക്കാം. അതിലേക്ക് ഞാൻ വരുന്നില്ല. ഓരോ ഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. കാരണം സാധാരണക്കാരൻ്റെ വയറ്റത്തടിച്ച നിയമം എവിടെയുള്ളൂ. പണമുള്ളവന് നിയമമൊന്നും ഒരു ബാധ്യതയല്ല. കാരണം സാധാരണക്കാരൻ എത്ര കരഞ്ഞാലും ചിലപ്പോൾ കാണണമെന്നില്ല. അവൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനാണ് ഓരോ നിയമങ്ങളും ഇപ്പോൾ പര്യാപ്തമായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണക്കാരന് വേണ്ടി ഇപ്പോൾ ഒരു നിയമവും ഇല്ല. കാരണം സാധാരണക്കാരനെ തല്ലിക്കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു, പോലീസുകാർ തന്നെ തല്ലുന്നു. അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ ഏതൊരു സാധാരണക്കാരനും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പം ഏതൊരു സാധാരണക്കാരനും ധൈര്യമായി കയറി ചെല്ലാം. കാരണം ആരും തല്ലുകയില്ല, കൊല്ലുകയില്ല. കാരണം നീതി നടപ്പാക്കുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴും നമ്മുടെ രമേശ് ചെന്നിത്തല സാർ വന്നു, മാറ്റങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ട്. കാരണം ഏത് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാലും ആദ്യം പരാതി കേൾക്കാൻ അവരും തയ്യാറാകുന്നുണ്ട്. പിണറായി സർക്കാരിൻ്റെ പോലീസ് ആയിരുന്നപ്പം അതിനൊന്നും ഇല്ലായിരുന്നു. കാരണം വാദി പ്രതി ആയിക്കൊണ്ടിരുന്നു. അതൊക്കെ ഒരു കാലം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, 3 ആണ്ടിൽ വലിയ നഷ്ടം തന്നെയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പോയത്. ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ മുന്നിൽ ഇപ്പോഴും പ്രണാമം. കാരണം നിങ്ങളാണ് ഏറ്റവും കേരളത്തിലെ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നതും അഴിമതിക്ക് എതിരെ പ്രവർത്തിച്ചതും. പക്ഷേ നിങ്ങളെ ചവിട്ടിത്താത്തവരുടെ മുന്നിൽ പോലും ഇപ്പോഴും നിങ്ങൾ നക്ഷത്രമായി തന്നെ നിൽക്കട്ടെ. 3 ആണ്ട് ഞങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും.